PSC കറണ്ട് അഫയേഴ്സിന്റെ 17ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാർച്ച് 6 2026 കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീരിലെ ഷേർ ഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണ് ആ ഗോതമ്പ് ഇനങ്ങൾ? ഷാലിമാർ ഗോതമ്പ് 4, ഷാലിമാർ ഗോതമ്പ് 3. അപ്പോൾ ഷാലിമാർ ഗോതമ്പ് 4ഉം ഷാലിമാർ ഗോതമ്പ് 3യുമാണ് കാശ്മീരിലെ ഷേർ ഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഗോതമ്പ് ഇനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2027 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതി, വികാസ്. രണ്ടെണ്ണമാണ്, പ്രഗതി ആൻഡ് വികാസ്. സ്ത്രീ എന്യൂമറേറ്ററായ പ്രഗതിയും, അപ്പം സ്ത്രീ എന്യൂമറേറ്ററാണ് പ്രഗതി, പുരുഷ എന്യൂമറേറ്ററായ വികാസും ലിംഗസമത്വത്തെയും ലിംഗസമത്വത്തെയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ 2027 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതി ആൻഡ് വികാസ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനും സംസ്ഥാനത്തുടനീളമുള്ള ജീവനും കന്നുകാലികളും വനങ്ങളും സംരക്ഷിക്കുന്നതിനുമുള്ള ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനും അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള ജീവനും കന്നുകാലികളും വനങ്ങളും സംരക്ഷിക്കുന്നതിനുമുള്ള ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച കുംഭൻഘട്ട് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലുള്ള പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച ആ വന്യജീവി സങ്കേതം ഏതാണ്? കുംഭൽഗഡ് വന്യജീവി സങ്കേതം. എന്താണ്? ഒന്നുകൂടി പറഞ്ഞതിൻ്റെ കൂടെ, കുംഭൽഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. മറക്കല്ലേ, എൻ്റെ കൂടെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിച്ചു പോവുക. ഉറപ്പായി നിങ്ങൾക്ക് ഈ 2026 എക്സാമിന് ഗുണമുണ്ടാവും. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സിന്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, യുറേനിയം വിതരണത്തിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യവുമായിട്ടാണ്? കാനഡ. അപ്പം യുറേനിയം വിതരണത്തിനായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചത്? കാനഡ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കുസാറ്റ് ഗവേഷകർ കൊച്ചി കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ തോക്ക് ചെമ്മീൻ ഇനം ഏതാണ്? ആൽഫിയസ് മധുസൂദനൈ. എന്താല്ലേ പേര്? എന്താണ്? ആൽഫിയസ് മധുസൂദനൈ എന്നാണ് അടുത്തിടെ കുസാറ്റ് ഗവേഷകർ കൊച്ചി കായലിൽ, എവിടെയാണ്? നമ്മുടെ കൊച്ചി കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ തോക്ക് ചെമ്മീൻ. അപ്പൊ പുതിയ തോക്ക് ചെമ്മീൻ ഇനം ഏതാണ്? ആൽഫിയസ് മധുസൂദനൈ. ഒന്നും കൂടി പറഞ്ഞേ, ആൽഫിയസ് മധുസൂദനൈ. ഞാൻ റിപ്പീറ്റ് പറയുന്നത് എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാനാട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭിക്ഷാടന മുക്ത ഇന്ത്യ. എന്തിന്ത്യയാണ്? ഭിക്ഷാടന മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ വിവിധ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്മൈൽ. SMILE. അപ്പോൾ ഭിക്ഷാടന മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ വിവിധ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്മൈൽ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിലെ
കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതി എന്താണ്? ഏതാണ്? ദൃഷ്ടി പദ്ധതി. ദൃഷ്ടിയാണ് അല്ലെ. കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതിയുടെ പേരാണ് ദൃഷ്ടി പദ്ധതി. അടുത്തൊരു ക്വസ്റ്റ്യൻ. 2026 ഫിഫ ലോകകപ്പിനായി ആഡിദാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിന്റെ പേര് എന്താണ്? പന്തിന്റെ പേര് ട്രയോണ്ട. ഒന്നുകൂടി. 2026 ഫിഫ ലോകകപ്പിനായി നേരത്തെ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിന്റെ പേര് എന്താണ്? പന്തിന്റെ പേര് ട്രയോണ്ട. ട്രയോണ്ട എന്നാണ് ആ പന്തിന്റെ പേര്. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നപ്പോൾ ഞാൻ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എല്ലാവരോടും ചോദിക്കാം. ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തിടെ കുസാറ്റ് ഗവേഷകർ കൊച്ചി കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ തോക്ക് ചെമ്മീൻ ഇനം ഏതാണ്? ഏതാണ് പുതിയ തോക്ക് ചെമ്മീൻ ഇനം എന്ന് പറയുന്നത്? ഓർത്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.